മഹാഭാരതത്തിലെ കരുത്തുറ്റ യോദ്ധാവായിരുന്നു ഘടോൽക്കച പുത്രനായ ബാർബരിയൻ. വിഭൂതി എന്ന ദിവ്യായുധത്താൽ മഹാഭാരത യുദ്ധം തന്നെ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കുവാൻ സാധിക്കുമായിരുന്ന വീരയോദ്ധാവ്. കൗരവപക്ഷത്തെ കരുത്തുറ്റ യോദ്ധാവായ സൂര്യപുത്രൻ കർണൻ തൻ്റെ സ്വന്തം കഴിവുകൊണ്ടും സാമർഥ്യം കൊണ്ടും മഹാഭാരതത്തിലെ ജ്വലിക്കുന്ന കഥാപാത്രം. നിരവധി ആളുകളുടെ ആവശ്യപ്രകാരം കർണനും ബാർബരികനും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു എങ്കിൽ ആരായിരിക്കും വിജയിക്കുക എന്ന് പരിശോധിക്കാം. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. ഭീമസേനന് വനവാസകാലത്ത് ഹിഡുംബിയിൽ പിറന്ന പുത്രനായിരുന്നു ഘടോൽക്കചൻ. ഘടോൽക്കചന്റെ പത്നിയായിരുന്നു പ്രാഗ്ജ്യോതിഷത്തിലെ രാജകുമാരിയായിരുന്ന മൗർവി. യുദ്ധസംഹിതയിലും തർക്കശാസ്ത്രത്തിലും അതിനിപുണയായ മൗർവി തന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന വ്യക്തിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് ശപഥമെടുത്തിരുന്നു. നിരവധി രാജാക്കന്മാർ മൗർവിയുമായി മത്സരിച്ചു എങ്കിലും അതിദയനീയമായി പരാജയപ്പെട്ടു. ഒടുവിൽ ഘടോൽക്കചൻ മൗർവിയെ പരാജയപ്പെടുത്തുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇവർക്ക് പിറന്ന പുത്രനായിരുന്നു ബാർബരിയൻ. ബാർബരിയന്റെ മുൻ ജന്മത്തെപ്പറ്റി സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം: ബാർബരിയൻ പൂർവ്വജന്മത്തിൽ ഒരു യക്ഷനായിരുന്നു. ഒരിക്കൽ ദാനവന്മാരുടെ ഉപദ്രവം കൊണ്ട് പൊറുതിമുട്ടിയ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ച് പ്രതിയോഗികളിൽ നിന്നും തങ്ങളെയും ലോകത്തെയും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ഈ ഘട്ടത്തിൽ അവിടെ സന്നിഹിതനായിരുന്ന യക്ഷൻ അഹങ്കാരത്തോടെ ഇപ്രകാരം പറഞ്ഞു: ദാനവന്മാരെ വധിക്കുന്നതിന് മഹാവിഷ്ണുവിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിന് ഞാൻ ഒറ്റയ്ക്ക് മതിയാവും. യക്ഷന്റെ അഹങ്കാരപൂർണമായ ഈ വാക്ക് കേട്ട് ബ്രഹ്മദേവൻ കോപാകുലനായി. നീ അടുത്ത ജന്മത്തിൽ വിഷ്ണുവിനാൽ വധിക്കപ്പെടട്ടെ എന്ന് യക്ഷനെ ശപിച്ചു. ഇപ്രകാരം ബ്രഹ്മദേവന്റെ ശാപം നിമിത്തം യക്ഷൻ ഭൂമിയിൽ ഘടോൽക്കചന്റെ പുത്രനായി പിറന്നു. ചെറുപ്പത്തിൽ മാതാവിൽ നിന്നും ആയോധന കലയും പിതാവിൽ നിന്നും മായായുദ്ധവും പഠിച്ച് അതിസമർത്ഥനായി മാറിയ ബാർബരിയൻ തൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ശ്രേഷ്ഠ സ്ഥാനത്തിനും വേണ്ടി ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ദ്വാരകയിലെത്തിയ ബാർബരിയനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വീകരിച്ചു. ആഗമന ഉദ്ദേശം അറിയിച്ച ബാർബരിയനോട് ഭഗവാൻ അഷ്ടദേവകളെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അഷ്ടദേവകളെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച ബാർബരിയന് അവർ 3 ദിവ്യാസ്ത്രങ്ങൾ നൽകി. ഇതിൽ ആദ്യത്തെ അസ്ത്രം ശത്രുക്കളെ തിരഞ്ഞെടുക്കുകയും രണ്ടാമത്തെ അസ്ത്രം വേണ്ടപ്പെട്ടവർക്ക് സുരക്ഷിതത്വം നൽകുകയും മൂന്നാമത്തെ അസ്ത്രം ശത്രുക്കളെ ഒരുമിച്ച് നിഗ്രഹിക്കുകയും ചെയ്യും. ഇതിനുശേഷം ഈ 3 അസ്ത്രങ്ങളും ബാർബരികന്റെ പക്കൽ തിരിച്ചെത്തും. ഈ ദിവ്യമായ അസ്ത്രം കുലയ്ക്കുന്നതിനുള്ള ധനുസ് അഗ്നിദേവനും നൽകി. എന്നാൽ ചില കഥകളിൽ ബാർബരികൻ ഈ അസ്ത്രങ്ങൾ സമ്മാനിച്ചത് മഹാദേവനാണെന്നും പരാമർശിച്ചിരിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുൻപായി സേനാബലം കൂട്ടുവാൻ ഭീമസേനൻ പുത്രനായ ഘടോൽക്കചനെ ക്ഷണിക്കുവാൻ വനത്തിലേക്ക് പുറപ്പെട്ടു. വായുപുത്രനായ ഭീമസേനന് വനമധ്യത്തിൽ വെച്ച് ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വനവാസി യുവാവിനോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഹസ്തബലത്തിലും മല്ലയുദ്ധത്തിലും തനിക്ക് പകരം ഒരു നാമമില്ലെന്ന അഹങ്കാരത്താൽ യുദ്ധം ആരംഭിച്ച ഭീമനെ വളരെ വേഗം തന്നെ ആ വനവാസി യുവാവ് പരാജയപ്പെടുത്തി. അത്ഭുത പരവശനായ ഭീമസേനൻ യുദ്ധം നിർത്തി തന്നെ നേരിട്ട യോദ്ധാവിൻ്റെ കുലവും രാജ്യവും വിശദമാക്കുവാൻ ആവശ്യപ്പെട്ടു. ആ പരിചയപ്പെടലിൽ അവർ ആ സത്യം മനസ്സിലാക്കി. പൗത്രനും മുത്തച്ഛനും തമ്മിൽ നടന്ന പോരാട്ടമായിരുന്നു അത് എന്നത്. ക്ഷമ ചോദിച്ച ബാർബരികനെ വാത്സല്യത്തോടെ നെഞ്ചോടമർത്തി ആശംസകൾ ചൊരിഞ്ഞ കുന്തിപുത്രൻ വരവിൻ്റെ ഉദ്ദേശവും വരാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചും വിശദമായി പറഞ്ഞു. ദ്വാരകാപതിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തേരാളിയായി വരുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ പിതാവ് ഘടോൽക്കചനോടൊപ്പം പോകണമെന്ന് അപ്പോഴേ തീരുമാനിച്ച ബാർബരിയൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പും നടത്തി തുടങ്ങി. യുദ്ധത്തിന് പോകുവാൻ അനുഗ്രഹം തേടി മാതാവിൻ്റെ അടുത്ത് ചെന്ന ബാർബരിയനോട് മൗർവി ഏതു പക്ഷത്ത് യുദ്ധം ചെയ്യാനാണ് താല്പര്യമെന്ന് ചോദിച്ചു. എവിടെയാണ് ദുർബലർ ആ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്യാനാണ് താല്പര്യമെന്ന് ബാർബരികൻ പറഞ്ഞു.
യുദ്ധം തുടങ്ങുന്ന സമയത്ത് പാണ്ഡവപക്ഷം അക്ഷൗണികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ദുർബലരായിരുന്നു. അതായിരുന്നു ബാർബരികൻ അപ്രകാരം പറഞ്ഞത്. എന്നാൽ ബാർബരികൻ യുദ്ധത്തിൽ പങ്കെടുത്താൽ ദുർബലപക്ഷമായ പാണ്ഡവപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ കൗരവപക്ഷം ദുർബലമാവും. അപ്പോൾ തൻ്റെ വാക്കനുസരിച്ച് ബാർബരികന് കൗരവപക്ഷത്തു നിന്ന് പോരാടേണ്ടി വരും. അവസാനം യുദ്ധത്തിൽ ബാർബരികൻ മാത്രം അവശേഷിക്കും. ഇതൊഴിവാക്കാൻ ശ്രീകൃഷ്ണൻ ബാർബരികന്റെ ശിരസ് ബലിയായി വാങ്ങുകയും അദ്ദേഹത്തിന് മോക്ഷം നൽകുകയും ചെയ്തു. അപ്രകാരം യക്ഷന് ബ്രഹ്മാവ് നൽകിയ മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെടും എന്ന ശാപവും ഫലിച്ചു. യക്ഷന് ശാപമോക്ഷവും ലഭിച്ചു. ബാർബരികന്റെ കഥ വ്യാസമഹാഭാരതത്തിൽ ഒരിടത്തും വിവരിച്ചു കാണുന്നില്ല. സ്കന്ദപുരാണത്തിൽ മാത്രമാണ് ഘടോൽക്കജപുത്രനെ പറ്റിയുള്ള വിവരണം കാണുവാൻ സാധിക്കുന്നത്. സൂര്യപുത്രൻ കർണന്റെ പക്കൽ ബാർബരികന് അഗ്നിദേവൻ നൽകിയ വില്ലിനോളം തന്നെ ശക്തമായ വിജയധനുസുണ്ട്. ഈ വിജയധനുസിന്റെ ഞാണിനെ ഒരു ദിവ്യാസ്ത്രം ഉപയോഗിച്ച് മുറിക്കുവാൻ സാധിക്കില്ല. ഈ ധനുസ് കൈവശമിരിക്കുന്ന കർണനെ ശത്രുക്കൾക്ക് ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് 17-ാം ദിവസത്തെ കർണ അർജുന പോരാട്ടത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. അതിനാൽ കർണൻ തൻ്റെ വില്ല് കയ്യിൽ നിന്നും താഴെ വയ്ക്കുന്ന സമയമാണ് അർജുനൻ കർണനെ വധിക്കുന്നത്. ബാർബരികന്റെ പക്കൽ വിഭൂതി എന്ന 3 ദിവ്യാസ്ത്രങ്ങൾ ഉള്ളപ്പോൾ സൂര്യപുത്രൻ കർണന്റെ പക്കൽ നാരായണാസ്ത്രം, ഭാർഗവാസ്ത്രം, ആഗ്നേയാസ്ത്രം, ബ്രഹ്മാസ്ത്രം, നാഗാസ്ത്രം തുടങ്ങിയ നിരവധി ദിവ്യാസ്ത്രങ്ങളുണ്ട്. ഇതിൽ ഭാർഗവാസ്ത്രവും നാരായണാസ്ത്രവും എതിർക്കും തോറും പ്രകരശേഷി ഇരട്ടിയായി വർദ്ധിക്കുന്ന മാരകാസ്ത്രങ്ങളാണ്. പാണ്ഡവരുടെ മാതൃ സഹോദരനായ ശല്യർ പോലും യുദ്ധത്തിന്റെ 17-ാം ദിവസം കർണനെ പറ്റി ഇപ്രകാരം പറയുന്നു: കർണ, നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൗന്ദയൻ അതാ വന്നിരിക്കുന്നു. കൃഷ്ണസാരഥിയായ രഥം അതാ കാണുന്നു. ഇരുവരും കൂടി കൗരവപ്പടയെ ചിന്നി ചിതറിക്കുകയാണ്. അത് കഴിഞ്ഞാലുടൻ നിന്നോടെതിരിടാനാണ് അവന്റെ ഭാവം. അവൻ അജയ്യനായ രതിവീരനാണ്. അവനോട് എതിർക്കുവാൻ ലോകത്തിൽ നീയല്ലാതെ വേറൊരു ധനുർധാരനെയും ഞാൻ കാണുന്നില്ല. കൃഷ്ണാർജുനന്മാരെ പോരിൽ മയക്കുവാൻ ശക്തിയുള്ളവനാണ് നീ. കൗരവർക്ക് ഇപ്പോഴുള്ള രക്ഷകൻ നീ മാത്രമാണ്. പിന്നീട് അർജുനനും കർണനും തമ്മിൽ നടന്ന പോരാട്ടം അവർണ്ണനീയമായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ബാർബരികൻ പങ്കെടുത്തിരുന്നു എങ്കിൽ പിതാവായ ഘടോൽക്കജനെ കർണൻ വധിച്ചതുപോലെ ബാർബരികനും വധിക്കപ്പെടുമായിരുന്നോ? അതോ വിഭൂതി എന്ന അസ്ത്രത്താൽ കർണൻ പരാജയപ്പെടുമായിരുന്നോ? ഈ വീഡിയോ കണ്ടതിൽ നിന്നും ഇതിനുള്ള നിങ്ങളുടെ മറുപടി കമന്റായി രേഖപ്പെടുത്തുക. പുരാണ കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.